ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുജിൻ സുഗതൻ. ദ പ്രസന്റ് കോമൺ യൂണിവേഴ്സൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? സ്ട്രെസ്. നിങ്ങൾ ഇതിലേതെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, വിരസത, ഉറക്കമില്ലായ്മ, പഠന വൈകല്യങ്ങൾ, ആത്മവിശ്വാസക്കുറവ്. ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. ഇത് അവരിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഫിയർ സെന്റർ ആക്റ്റീവ് ആകുന്നു. സോ കോർട്ടിസോൾ ആൻഡ് അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ റിലീസ് ചെയ്യപ്പെടുന്നു. ഇത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ ബാധിക്കാൻ ഇടവരുന്നു. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള കുറച്ച് വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള വഴികൾ: 1. ഡീപ്പ് ബ്രീതിങ്. ഒരു ദീർഘശ്വാസം 4 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക, 4 സെക്കൻഡ് പിടിച്ചു വയ്ക്കുക, 6 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക. ഇങ്ങനെ 20 പ്രാവശ്യം ചെയ്യുക. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം ശാന്തമാകുന്നതിന് സഹായിക്കുന്നു. ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയും അതുവഴി BP കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. 6 വ്യത്യസ്തമായ കാര്യങ്ങൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. 2 വ്യത്യസ്തമായ രുചികൾ രുചിക്കാൻ ശ്രമിക്കുക. 2 വ്യത്യസ്തമായ സ്മെല്ലുകൾ മണക്കുവാൻ ശ്രമിക്കുക. 2 വ്യത്യസ്തമായ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായി, നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്ത് കണ്ണടച്ചിരുന്നു കൊണ്ട് ചുറ്റുപാടുകളിലേക്കും ശബ്ദങ്ങളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് നമുക്കുണ്ടായ സ്ട്രെസ്സിനെ കുറിച്ച് ചിന്തിക്കുക. അതിനുശേഷം സ്ട്രെസ്സിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കും എന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയുന്നതായി അനുഭവപ്പെടുന്നു. അടുത്തത് 4ാമത്തെ ടെക്നിക്. സ്ട്രെസ്സിനെ എനിക്ക് വളരെ എളുപ്പത്തിൽ വേഗത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുക. 5ാമത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മനഃപൂർവ്വമായി ശ്രദ്ധയെ കൊണ്ടുവരിക. അടുത്ത 6, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയെ കൊണ്ടുവരിക. അടുത്ത 7, മൈൻഡ്ഫുൾനെസ് ടെക്നിക്. ഒബ്സർവ് യുവർ ഓൺ തോട്ട്സ് ആൻഡ് ബ്രീത്ത്. ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 8ാമതായി, ഫിസിക്കൽ എക്സർസൈസ് ആണ്. ഇതിൽ സ്ട്രെച്ചിങ് എക്സർസൈസ് ഉൾപ്പെടും. കൂടാതെ നമുക്ക് നടക്കാം, ഓടാം, ചാടാം, ഡാൻസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഇഷ്ടമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത 9, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് അടുപ്പമുള്ളവരോടുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ തീവ്രത കുറയ്ക്കാവുന്നതാണ്. നമ്മുടെ പങ്കാളിയോടോ അടുത്ത സുഹൃത്തിനോടോ ഈ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സ്ട്രെസ് ലഘൂകരിക്കാവുന്നതാണ്. അടുത്ത 10, നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ 6 മുതൽ 10 മണിക്കൂർ വരെ നന്നായി ഉറങ്ങേണ്ടത് ആവശ്യമാണ്. അടുത്ത 11, നമുക്ക് സ്ട്രെസ് ഉണ്ട് എങ്കിൽ അതിരാവിലെയുള്ള സൂര്യപ്രകാശം 10 മിനിറ്റ് കൊള്ളുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായകരമാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിക്കൂ. തീർച്ചയായും ഏതെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പാണ്.